ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എൻ്റെ പേര് സുനിൽ. എനിക്ക് വൈഫും ഒരു കുഞ്ഞും, ഒരു മകൻ. അവനെ +2-ന് പഠിക്കുന്നു. അപ്പനും അമ്മയുമുണ്ട്. ഞങ്ങള് താമസിക്കുന്നത് ആല, എൻ്റെ സ്വദേശം. ഞാൻ IPC സഭയിലെ പാസ്റ്ററാണ്. നൂറനാട് സെന്ററിൽ ഈ ഡോക്ടറേറ്റ് ഒക്കെ പഠിക്കാൻ പോയത് കൊണ്ട് ഒരു പുതിയ പ്രവർത്തനം ആലയുടെ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ ഡീമിൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ് ഞാൻ ചെയ്ത് പൂർത്തീകരിച്ചു. എന്നാൽ 3 വർഷം തീസിസ് എഴുതേണ്ടതായിട്ടുണ്ട്. 1 വർഷം പോയി, ഇനിയും 2 വർഷം കൂടെ ഉണ്ട്. അങ്ങനെ തീസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാനും. എങ്കിലും ഈ തിരുവചന ഭാഗത്ത് നിന്ന് നിങ്ങളോട് ദൈവിക സന്ദേശങ്ങൾ അറിയിക്കുന്നതിന് മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ ദൈവം എന്നെ രക്ഷിച്ച ആ രീതിയെക്കുറിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 1999-ലാണ് ഞാൻ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായത്തോടു കൂടി സ്വീകരിച്ചത്. അപ്പൊ അതിനു മുമ്പ് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയായി ജീവിച്ചു. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തി അങ്ങനെ ആകാൻ എൻ്റെ ചില സാഹചര്യങ്ങളായിരുന്നു കാരണം. അങ്ങനെ എൻ്റെ 10-ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് ഒരു ജോലിക്ക് പോയി. എൻ്റെ അപ്പനും അമ്മയും അപ്പൻ്റെ പെങ്ങളുടെ അടുക്കലേക്കാണ് എന്നെ അയച്ചത്. അവിടെ ഒരു ജോലിക്ക് പോയി. അങ്ങനെ എൻ്റെ 16-ാമത്തെ വയസ്സ്, അല്ലെ 15-ാമത്തെ വയസ്സ്, 15.5 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജോലി കിട്ടി. അങ്ങനെ ബാംഗ്ലൂരിൽ ഞാൻ ജോലി ചെയ്തു. അന്ന് എൻ്റെ ശമ്പളം 750 രൂപയായിരുന്നു. 300 രൂപ എൻ്റെ അപ്പനും അമ്മയ്ക്കും ചെലവിന് അയച്ചു കൊടുത്ത്, നിൽക്കുന്ന ഭവനത്തിലും ഒരു വീതം കൊടുത്ത് ഒരു 200 രൂപ കൊണ്ട് ഞാനൊരു മാസം ജീവിക്കാൻ പഠിച്ചു. അങ്ങനെയുള്ള ഇടുങ്ങിയ ജീവിതാനുഭവങ്ങൾ വീണ്ടും എനിക്ക് ദൈവത്തെ വെറുക്കാനുള്ള കാരണമായി മാറി. അങ്ങനെ ഒരു 1.5 വർഷം അവിടെ നിന്നതിന് ശേഷം എല്ലാം മടുത്ത് തിരിച്ചു വന്നു. വീട്ടിലിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വെറുതെ വീട്ടിലിരുന്നു. അപ്പൊ എൻ്റെ അപ്പൻ അന്ന് ബീഡി തീർപ്പാണ് ജോലി. അപ്പൻ ബീഡി തീർത്ത് എൻ്റെ കയ്യിൽ തന്നുവിടും. ഞാനിത് ഇവിടെ അടുത്തുള്ള കടയിലൊക്കെ കൊണ്ട് കൊടുക്കും. അവിടെ നിന്നും കിട്ടുന്ന കാശ് കൊണ്ട് അരിയും ഒക്കെ മേടിച്ച് ഞാൻ വീട്ടിൽ വരും. പക്ഷേ അതിലൊരു ബീഡി പോലും ഞാൻ വലിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും സിഗരറ്റ് വലിച്ചിട്ടില്ല, ബീഡി വലിച്ചിട്ടില്ല, കള്ള് കുടിച്ചിട്ടില്ല, കവലച്ചട്ടമ്പിത്തരം നടത്തിയിട്ടില്ല. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ കർത്താവ് എന്നെ വിളിച്ചു, കർത്താവിൻ്റെ മകനാക്കി മാറ്റി. ഞാൻ ഈ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ BO വർഗീസ് അവറുകളെ ഈ അടുത്ത ചില ദിവസങ്ങൾക്ക് മുമ്പാണ് പരിചയപ്പെട്ടത്. കാരണം ഞങ്ങള് അയർലൻഡിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു ബൈബിൾ ക്ലാസ് അയർലൻഡിൽ നിന്നും അവിടെ ഒരു മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട്. അതെല്ലാ വ്യാഴാഴ്ചയും പഠിപ്പിക്കുന്നത് ഞാനാണ്. ആ ബൈബിൾ ക്ലാസ്സിന്റെ ഒരു ആനുവൽ ബൈബിൾ സ്റ്റഡിക്ക് ഈ പ്രാവശ്യം
പാസ്റ്റർ ബിഒ വർഗീസ് അവറുകളാണ് വന്നത്. വളരെ അനുഗ്രഹമായിരുന്നു. വളരെ ആത്മീക ചൈതന്യമുള്ള അഭിവൃദ്ധിയുള്ള ക്ലാസ് ആയിരുന്നു അത്. ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു. അതിനുശേഷമാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതിനിടയ്ക്ക് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു, വേഗത്തിൽ സൗഖ്യം പ്രാപിച്ച് ഓപ്പറേഷന് ശേഷം ഞാൻ ആദ്യത്തെ മിനിസ്ട്രിയിൽ പ്രസംഗിക്കുന്നത് ഈ സൂമിലാണ്. കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടി. അങ്ങനെയാണ് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത്. പക്ഷെ ആ കണ്ടുമുട്ടലും സംഭാഷണവും ഒക്കെ എന്നെ ദൈവാത്മാവിൽ അദ്ദേഹത്തോട് അടുപ്പിച്ചു. കാര്യങ്ങൾ പ്രാർത്ഥിക്കാനും സംസാരിക്കാനും ഒക്കെ കർത്താവ് സഹായിച്ചു. അപ്പൊ ഞാൻ കള്ളു കുടിച്ചില്ല, സിഗരറ്റ് വലിച്ചില്ല, ബീഡി വലിച്ചില്ല, കവലച്ചട്ടം വിത്തരം നടത്തിയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഇതൊരു സാക്ഷ്യമാണോ എന്ന് ചിലരങ്ങ് ചിന്തിക്കും. നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ എന്താ? എല്ലാം വലിയ ചട്ടമ്പിത്തരമാണ്. അവിടെ അത് ചെയ്തു, ഇവിടെ ഇത് ചെയ്തു, രക്തം കാണാതെ ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഒരുമാതിരി വിരൽ പിടിപ്പിച്ചു. അവരെല്ലാം കൂടെ കൈയടിച്ച് ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിച്ചു. അയാളുടെ സീഡി പിടിക്കാനായിട്ട്, റെക്കോർഡ് ചെയ്യാനായിട്ടൊക്കെ പുറകിൽ നടന്നു. കുറെ കാലമൊക്കെ കഴിയുമ്പോൾ അവരിൽ ചിലരെ കുറിച്ച് കേൾക്കും, പഴയ പോലൊക്കെ തന്നെ തിരിച്ച് പോയി. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ടെസ്റ്റ് പണി ഒന്നും പറയാനില്ല. എന്റെ ടെസ്റ്റ് പണി ഇതാണ്: ഞാൻ ഇതൊന്നും ചെയ്തില്ല, പക്ഷെ ദൈവത്തെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരുന്നു. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിനകത്തൊരു ചിന്ത: അപ്പൻ ഇങ്ങനെ തിരക്കുന്ന വീടിയും വിറ്റ് ആരോഗ്യമുള്ള ഞാൻ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് 1997 പകുതിയൊക്കെ ആയപ്പോൾ ഞാൻ പഞ്ചാബിൽ പോയി. അവിടെ അപ്പൻ്റെ ഒരു പെങ്ങളുണ്ടായിരുന്നു. അവിടെ ഒരു ജോലി ചെയ്തു. സാമാന്യം തരക്കേടില്ലാത്ത ജോലി. 1000 രൂപ ശമ്പളം കിട്ടും. അപ്പോഴും വീട്ടിലേക്ക് അയക്കും. ആ നിന്ന വീട്ടിലും ഒരു വിഹിതം കൊടുക്കും. പരിമിതമായ പൈസയ്ക്കുള്ളിൽ ഞാൻ ജീവിക്കാനും പഠിച്ചു. ദൈവമക്കളെ, നമ്മളെയൊക്കെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏത് രീതിയിൽ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നോ ആ രീതിയിലുള്ള ഒരു വലിയ ട്രെയിനിങ് ദൈവം നമുക്ക് തരും. നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ എൻ്റെ 15 വയസ്സ് പോലും ദൈവം എന്നെ ട്രെയിൻ ചെയ്യുക. സഹിഷ്ണുത പഠിക്കാൻ, ക്ഷമ പഠിക്കാൻ, പൊട്ടിത്തെറിക്കാതിരിക്കാൻ, കോപിച്ച് മനുഷ്യരെ വെറുപ്പിച്ച് അകറ്റാതിരിക്കാനൊക്കെ എന്നെ പഠിപ്പിക്കുക ദൈവോടിട്ട്. അവിടുന്ന് ഞാൻ പഠിച്ചു വരികയാണ്. സമ്മർദ്ദങ്ങളുടെയും ഭയപ്പാടുകളുടെയും നിരാശകളുടെയും ഒക്കെ നടുവിൽ ജീവിച്ച് 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 ജീവിതം കൊണ്ട് ആ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് പ്രായത്തിനേക്കാൾ വലിയ പക്വതയുള്ളൊരു മനുഷ്യനായിട്ട് ദൈവം എന്നെ മാറ്റിക്കൊണ്ടേയിരുന്നു. അവിടെ നല്ല ജോലിയായിരുന്നു. പക്ഷെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ പെങ്ങൾക്കൊരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ വന്ന് ജോലി ചെയ്യുക. അപ്പൊ അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 സുവിശേഷകര് അവിടുത്തെ. അവര് കുറച്ച് അവസാനമൊക്കെയാണ് വരുന്നത്. അപ്പൊ എൻ്റെ ഒരു മാനുഷിക സ്നേഹം കൊണ്ട് ഞാൻ അവർക്ക് കൂടുതൽ ഇഡലിയോ സാമ്പാറോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പൊ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു സുവിശേഷകൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് എന്നോട് പറഞ്ഞു: ഞാൻ സേവിച്ച് നിൽക്കുന്നവനും എൻ്റെ ഉടയവനുമായി ദൈവം നിന്നോട് സംസാരിക്കുന്നു. ചില നാളുകൾ കഴിയുമ്പോൾ നിന്റെ തൊണ്ടയിലൂടെ എൻ്റെ ദൈവത്തിന്റെ വചനം ലോകം കേൾക്കുക. അയാള് വിയർക്കുക. അയാൾ ഇങ്ങനെ ഇരിക്കാൻ വയ്യ. അദ്ദേഹം അതുപോലെയാണ്. അപ്പൊ എൻ്റെ വിചാരം അദ്ദേഹത്തിന് വല്ല ബാധ കയറിയതായിരിക്കും, അല്ലെങ്കിൽ ഇഡലിക്കുള്ള അഭ്യാസമായിരിക്കും എന്ന് ഓർത്ത് ഞാൻ അയാൾക്ക് 2 ഇഡലിയും കുറച്ച് സാമ്പാറും കൊടുത്തിട്ട് പറഞ്ഞ്: ഒതുങ്ങിയിരിക്കും സുഹൃത്തെ, ആവശ്യമില്ലാത്തതൊക്കെ കാണിക്കാതെ, നിങ്ങളുടെ പെടലി വെട്ടും എന്ന് പറഞ്ഞ് ഞാൻ അയാളെ പറഞ്ഞു വിട്ടു. പോക ഒരുക്കിയപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ്: നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും, നീ വന്നിരിക്കും, ഞാനത് കാണും എന്ന് പറഞ്ഞിട്ട് പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞു. ചൂട് കൂടിയ ഒരു സമയം. അവിടെ ഒരു ഞാൻ താമസിച്ച ആ വാടക കെട്ടിടത്തിന് മുകളിൽ ഞാനൊരു കയറുകെട്ടിൽ കിടന്നുറങ്ങാം. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യക്കാർക്കൊക്കെ അറിയാവും, ചൂടൊക്കെ കൂടും. പഞ്ചാബിലൊക്കെ തുറസായ സ്ഥലങ്ങളിൽ കയറുകെട്ടിൽ ഒക്കെ കിടന്നുറങ്ങും. അല്ലെങ്കിൽ സാധാരണ കെട്ടിൽ ഒക്കെ പിടിച്ചിട്ട് അവിടെയൊക്കെ കിടന്നുറങ്ങും. ഇന്നെനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളൊക്കെ അന്ന് കിടന്നു.
ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു രാത്രിയിൽ ഒരു മണിയായപ്പോൾ ഒരു വെള്ള കുതിരപ്പുറത്ത് തേജസ്സുള്ള ഒരു മനുഷ്യൻ, നല്ല വസ്ത്രമാണ്, വസ്ത്രം ഇങ്ങനെ വീശി ഇങ്ങനെ നിൽക്കുക. ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മുള്ളിന് നേരെ ഉதைക്കുന്നത് നിനക്ക് വിഹിതമല്ല. ഇതൊന്നും എനിക്കറിയത്തില്ല, ബൈബിൾ ഒരിക്കൽ പോലും ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ല. കൈകൊണ്ട് പോലും ഞാൻ ബൈബിൾ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലായിരുന്നു എൻ്റെ. അപ്പൊ മുള്ളിന് നേരെ ഉதைക്കുന്നത് നിനക്ക് നന്നല്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വീണു. എനിക്ക് നടക്കാൻ വയ്യ, എൻ്റെ ആരോഗ്യം പോയി, എൻ്റെ ജോലി പോയി, എൻ്റെ കാശിന്റെ സ്രോതസ്സുകൾ നഷ്ടപ്പെട്ടു. 14 ദിവസത്തിലധികമായി എനിക്ക് നല്ല രീതിയിൽ ആരോഗ്യമില്ലാത്തവനായി നിന്നു. അപ്പോ എൻ്റെ പിതാവിന്റെ മറ്റൊരു പെങ്ങളോടുണ്ട്. ആ പെങ്ങളുടെ ഹസ്ബൻഡിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടു. അവിടെ ചണ്ഡീഗഡ്. അവിടെ ചില ടെസ്റ്റുകളൊക്കെ നടത്തി. അതിലെല്ലാം എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ പ്രശ്നം ഒഴിഞ്ഞ് എനിക്ക് ജീവിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ 14 ദിവസമായിട്ട് അങ്ങ് നിരാശനായി. അപ്പൊ എനിക്ക് സ്വയമേ മരിക്കാൻ ഇഷ്ടമില്ല, മരിച്ചാൽ നല്ലതാണെന്നുള്ള ചിന്തയും ഉണ്ട്. ആ കിടപ്പ് അങ്ങനെ കിടന്ന് ഒരു ദിവസം എനിക്ക് അങ്ങ് അസുഖമൊക്കെ അങ്ങ് കൂടി. അപ്പോൾ ബൈബിളൊന്നും വായിച്ചിട്ടില്ല, ആരും എന്നോട് യേശുവിനെ കുറിച്ച് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആകെ എനിക്ക് അന്ന് ഞങ്ങളൊക്കെ നിന്ന ആ ആ നിലയിലുള്ള അറിവെന്ന് പറഞ്ഞാൽ 2000-ൽ യേശു വരുമെന്ന് ആരാണ്ട് പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങളും അങ്ങ് വിശ്വസിച്ചൊക്കെ ഇരുന്നു. പക്ഷെ 2000-ലൊന്നും വന്നില്ല. 2025 ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഇന്ന് ചില ദൈവമക്കൾ ഇനി ഒരിക്കലും വരത്തില്ലെന്നൊക്കെ ചിന്തിച്ച് ജീവിക്കാനും തുടങ്ങി. അങ്ങനൊന്നുമല്ല, കർത്താവ് വരും. അത് നമ്മുടെ പ്രത്യാശയാണ്. തീർച്ചയായിട്ടും വരും. ഈ ലോകത്തിൽ ഒരേ ഒരു പരമാർത്ഥമുണ്ട്, അത് യേശു ക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ്. ബാക്കി ഒന്നും നമ്മൾ കാണുന്ന പോലെയല്ല, മാറി മറിഞ്ഞും ഒക്കെ അങ്ങ് പോവുക അല്ലേ. ആളുകളെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് കാണുന്നവൻ നാളെ വേറൊരു സ്വഭാവത്തിൽ കിടക്കും. ഇന്ന് പറയുന്ന പോലെ അല്ല അവൻ നാളെ സംസാരിക്കുന്നത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മാറിപ്പോകും. കാലാവസ്ഥകൾ പോലും മാറിയില്ലേ. നാട്ടിലൊക്കെ ഇപ്പൊ നിങ്ങൾ പോലും എഐയോടൊക്കെ ചോദിച്ചില്ലേ നാട്ടിൽ വരുന്നത്, വെള്ളപ്പൊക്കം ഉണ്ടാവുമോ, മഴ എവിടൊക്കെ പെയ്യും, ഇടിവെട്ടി തറ വീഴുവോ, എന്തെല്ലാം പ്രശ്നം. ഇത് വലിയ മഴകളൊക്കെ ഇപ്പൊ പെയ്യും, പഴയ മഴയൊന്നും അല്ല. അങ്ങനെയൊക്കെ എല്ലാം മാറി. അപ്പൊ മാറാത്ത ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ തീരുമാനങ്ങളാ മാറാത്തത്. അപ്പോൾ നോക്കൂ, ആ അവസ്ഥയിൽ ഞാൻ കിടക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചൊരു പാഠപുസ്തകത്തിൽ ഒരു പാഠം ഉണ്ടായിരുന്നു, തിരുവത്താഴ്. അപ്പൊ അതിനകത്ത് അന്ന് പഠിപ്പിച്ച ആ പ്രൊഫസർ അല്ലെങ്കിൽ ആ അധ്യാപക ഇങ്ങനെ പറഞ്ഞു, യേശു ഒരു വിപ്ലവകാരിയായിരുന്നു, അടിമകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു പോയി. പക്ഷെ ഇത് എന്റെ മനസ്സിലുണ്ടായി പെട്ടെന്ന്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്, ആ, ഒരുപാട് ആളുകള് ഈ ലോകത്തിലുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണല്ലോ ഈ ദൈവം. പക്ഷെ ഈ ആളെ കുറിച്ച് അന്ന് പറഞ്ഞതിനകത്ത് കുറച്ച് നല്ലതൊക്കെ കാണുന്നു. അപ്പൊ ഞാൻ അവിടെ കിടന്നുകൊണ്ട് ചുമ്മാ ഇങ്ങനെ പറയുക, ഈ ആള് ജീവിച്ചിരിക്കുന്നെങ്കിൽ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. പ്രിയ ദൈവത്തിന്റെ മക്കളെ, അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. ഒരാളുടെയും സഹായമില്ലാതെ ആ വാടക കെട്ടിടത്തിൽ ഞാൻ എഴുന്നേറ്റ് ചെന്നു സൗഖ്യത്തോടെ. അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തിന്റെ വേലയിൽ നിൽക്കുക. പിന്നെ ആരോടും അഭിപ്രായമൊന്നും ചോദിച്ചില്ല. ദൈവവചനം വായിച്ചു, മനസ്സിലാക്കി. ആരും എന്നെ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പല സത്യങ്ങളും ജീവിതത്തിൽ ഗ്രഹിച്ചു. അന്ന് കിട്ടിയ വാക്യം വായിച്ചത്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആരും എന്റെ പുറകിന് നടന്നു എന്നെ ഉറപ്പിക്കാനൊന്നും ആരും നടന്നില്ല. ആരും എന്റെ കൂടെ നടന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ കൂടെ നടന്ന് എന്നെ സഹായിച്ചു. അപ്പൊ ഒരു വ്യക്തി യഥാർത്ഥ സത്യത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയെ സകല
സത്യത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തും. അതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വിഘടിച്ചോ, ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടിയോ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തിരിഞ്ഞു പോകുന്നതോ ഒന്നുമല്ല ആത്മീക ജീവിതം എന്ന് പറയുന്നത്. അതിനൊരു ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. അത് ആശ്രയിക്കാനായിട്ടൊരു ആശ്രയ കേന്ദ്രമുള്ളതാണ് നമ്മുടെ ആത്മീക ജീവിതം എന്ന് പറയുന്നത്. കർത്താവ് എന്നെ രക്ഷിച്ചു. ഞാൻ അങ്ങനെ പെന്തക്കോസ്ത് സഭയിൽ കൂടി സ്നാനപ്പെട്ടു. ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ അപ്പനും അമ്മയൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. 6 മാസത്തിനുള്ളിൽ അവർ രക്ഷിക്കപ്പെട്ടു. ഞങ്ങളുടെ കുടുംബമായിട്ട് കർത്താവിനെ സേവിക്കാൻ തുടങ്ങി. എൻ്റെ അപ്പൻ്റെ ഒരു പെങ്ങളും കുടുംബവും രക്ഷിക്കപ്പെട്ടു. വേറൊരു പെങ്ങളും കുടുംബം, ഞാൻ ആദ്യം ജോലി തേടിപ്പോയി ബാംഗ്ലൂരിൽ താമസിച്ച ആ വീട്ടിലെ പെങ്ങളും കുടുംബവും രക്ഷിക്കപ്പെട്ടു. അവർ സ്നാനപ്പെട്ടു. അങ്ങനെ കർത്താവിലേക്ക് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചതൊക്കെയും വിശ്വസ്തയോടെ ചെയ്യാൻ ഞങ്ങളാലാകുവോളം കർത്താവിൽ ശ്രമിക്കുന്നു, സമർപ്പിക്കുന്നു. അതിനായി ദൈവം സഹായിക്കുന്നതാണ് എൻ്റെ ടെസ്റ്റ് മണി. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന സമയത്തിനുള്ളിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മ. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ തിരുവചന ഉപദേശങ്ങളിൽ നമ്മെ നിലനിർത്തി നയിക്കുന്ന പരിശുദ്ധാത്മാവ്. കർത്താവ് പറഞ്ഞ അങ്ങനല്ലേ, എന്നിൽ വിശ്വസിക്കുന്നവർ ആരാ? അവർ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെന്നവർ. ആ വചനത്തെ ലഘൂകരിക്കുന്നവരോ പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്നവരോ സൗകര്യാർത്ഥം വ്യാഖ്യാനിച്ച് പാപത്തെ ലഘൂകരിച്ച് കാണിക്കുന്നവരോ അല്ല അവർ. മറിച്ച് അവരാരാണ്? യഥാർത്ഥ വചനത്തിൽ നിലനിന്ന് സത്യം, നീതി, ന്യായം ഇവകൾക്ക് ദൈവവചനപ്രകാരമുള്ള വില കൽപ്പിച്ച് ജീവിക്കുന്നവരാണ് അവരെന്ന് കർത്താവ് പറയുക. അപ്പൊ പരിശുദ്ധാത്മാവ്, നമ്മളിങ്ങനെ ന്യൂ ടെസ്റ്റ്മെന്റിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഗ്രീക്കിലൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പദമൊക്കെ ഉണ്ട്. പാരാക്ലിറ്റോസ്, പാരാക്ലിറ്റെ എന്നൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. കാരണം ഈ ഗ്രീക്കുകാരുടെ ഇടയിലൊന്നും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമല്ല ഈ പരിശുദ്ധാത്മാവ്. അവർക്കോ ഇവിടെ ഉള്ളവർക്കോ ഒന്നും അറിവുള്ള ഒരാളല്ലായിരുന്നു ഈ പരിശുദ്ധാത്മാവ്. പക്ഷെ ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റില്ല, യഹൂദന്മാർക്കിടയില്ല. എല്ലാം അവിടുന്നാ വന്നത്, അല്ലെ? എല്ലാം അവിടുന്ന്. ഏത് കാര്യം എടുത്തു നോക്ക്, അവിടുന്നാ വരുന്നത്. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ഏത് കാര്യവും അതിന്റെ ആരംഭം, ഒറിജിൻ അവരുടെ ഇടയിൽ നിന്നാണ്. കാരണം അവിടെയാണ് ദൈവം ഇതെല്ലാം ആരംഭിച്ചത്. ബാപ്റ്റിസമായാലും ശരി, ഏത് കാര്യവും എടുത്താലും ഒരാരംഭം അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എബ്രായ ഭാഷയിൽ പരിശുദ്ധാത്മാവിന്റെ പേര് റൂവാക് ഹകദോഷ്. അതാണ് പരിശുദ്ധാത്മ. റൂവാക് ഹകദോഷ് എന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മ. അപ്പോ ആത്മാവ് എന്നങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ എന്തായനെ? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്, റൂവാക് ഹകദോഷ്, പരിശുദ്ധാത്മ. ഒരുപാട് ആത്മാവുണ്ട്, അല്ലേ? അറക്കുക, മുടിക്കുക, നശിപ്പിക്കുക, അല്ലെ? സൂര്യം കെടുത്തുക, ഐക്യത കളയുക, ദൈവദാസന്മാരെ മറിച്ചിടുക, ദൈവമക്കളെ ശൂന്യമാക്കുക, ചാകാൻ പ്രേരിപ്പിക്കുക, വിഷാദം വരുത്തി ഒരിടത്ത് തളച്ചിടുക, അവർക്ക് കിട്ടിയതുപോലെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള വല്ലാത്ത ചിന്ത കയറി സ്വയം നിരാശപ്പെട്ട് ഉരുകുക, ചെറിയ കാര്യങ്ങൾക്കും വലിയ ആൻസൈറ്റി ഉണ്ടായിട്ടിരിക്കുക. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ മനുഷ്യനെ നശിപ്പിക്കാൻ ആത്മാക്കളുണ്ട്. പക്ഷെ അതിനിടയിൽ ഒറ്റ ഒരു പരിശുദ്ധ ആത്മാവേ ഉള്ളു. അതാണ് പരിശുദ്ധാത്മ. ഒന്ന് മതിയല്ലോ, ഒരുപാടെണ്ണം ചുറ്റി വളർത്തിയാണ് നിൽക്കുക. എത്രയോ എണ്ണം അവരുടെ ഡിവിഷൻസ് ഒക്കെ ഉണ്ടല്ലേ? എന്തൊക്കെ അധികാരവും വാഴ്ചയും, അല്ലേ? സ്വർലോക ദുഷ്ട സേനകളും ഒക്കെ ആട്ടിങ്ങനെ നടക്കുക. പക്ഷെ അതിനിടയിൽ നോക്കൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ.
അപ്പൊ അത് കേവലം ഒരു ആത്മാവെന്ന നിലയിലല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, ആളത്വമുണ്ട്, തൃത്വത്തിൽ മൂന്നാമനായ ദൈവം. അപ്പൊ ആ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന 7 വിധ കാര്യങ്ങളെക്കുറിച്ച്, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, പ്രധാനമായ 7 വിധ കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ അല്ലെങ്കിൽ പരിശുദ്ധാത്മ 7 വിധ കാര്യങ്ങൾ. ഒന്ന്, റൂവാക് അഡ്നായി. റൂവാക് അഡ്നായി എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ, റൂവാക് അഡ്നായി. അത് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെയൊക്കെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ. അതായത് 2 രാജാക്കന്മാരുടെ പുസ്തകം 4:9 വായിക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സാക്ഷ്യമുണ്ട് അവിടെ. എന്താ പറഞ്ഞിരിക്കുന്നത്? 4:9 എലീശയെക്കുറിച്ചാണ്. ആ ശൂനേംകാരി പറയുകയാണ്, അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവ പുരുഷൻ എന്ന് ഞാൻ കാണുന്നു. വിശുദ്ധനായ ഒരു ദൈവ പുരുഷൻ. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം, ആത്മസ്നാനം, ആത്മനിറവ്, ഇങ്ങനെയുള്ള സ്വർഗീയ അനുഭവങ്ങൾ പ്രാപിച്ച നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അതിന്റെ തെളിവെന്ന് പറയുന്നത്, തീർച്ചയായിട്ടും അന്യഭാഷ അതിനകത്തുണ്ട്. അല്ലാതെ തന്നെ അതിനാദ്യത്തെ തെളിവെന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലത്തിലുള്ള ജീവിതം. ആത്മാവിന്റെ ഫലത്തിലുള്ള ജീവിതം. ആത്മാവിന്റെ ഫലം ഇവിടൊക്കെ ഇവിടെ അവിടെ എല്ലായിടത്തും കാണും. ഈ താലന്ത് ടെസ്റ്റിന് പരിശോധന, താലന്തിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ. എന്താ, ഞാൻ ഒത്തിരി ഒന്നും അതിന് പോയിട്ടില്ല. താലന്ത് ടെസ്റ്റ്, അതിന് പിള്ളേരൊക്കെ വന്ന് നിന്ന് ആത്മാവിന്റെ ഫലങ്ങൾ, മുതിർന്നവരും വന്ന് ആത്മാവിന്റെ ഫലങ്ങൾ അതങ്ങോട്ട് പറയും, പോകും. ട്രോഫി മേടിച്ച് ചിലര് പോകും. എന്താ അവര് പറഞ്ഞ? ആത്മാവിന്റെ ഫലം. കിട്ടിയതോ ട്രോഫി. കിട്ടിയില്ലേലോ ഈ ആത്മാവിന്റെ ഫലം പറഞ്ഞ പുള്ളികളുടെയൊക്കെ മുഖവും പെരുമാറ്റവും ഒക്കെ ഒന്ന് കാണണം. ഞാൻ ഇതിനൊന്നും ഇപ്പൊ പോകാറില്ല. പണ്ട് എന്നെ ഒരിക്കൽ ജഡ്ജസ് ആയിട്ട് കൊണ്ടുപോയി. എന്റെ ദൈവമേ, അവിടുന്ന് ഞാൻ വീട്ടിൽ വന്ന പാട് എനിക്കറിയാം. എല്ലാവരോടും എന്നെ അള്ളിപ്പറിച്ച് കൊന്നേനെ എന്ന്. പക്ഷെ അവിടെ പോലും അവിടുത്തെ വർത്തമാനം ഇതൊക്കെ, ആത്മാവിന്റെ ഫലം, നിത്യജീവൻ, ദൈവസ്നേഹം, ഇതെല്ലാം ഉശ്വരോടെ. അപ്പനമ്മമാർ ഭയങ്കര മത്സരം. നിത്യജീവൻ പറഞ്ഞ കൊച്ച് ശരിക്കൊന്നും പറഞ്ഞില്ലെങ്കിൽ അതിന്റെ ചെവിയൊക്കെ പിടിച്ച് ഭയങ്കര മത്സരം. അപ്പൊ ഇങ്ങനെ ട്രോഫിക്കും ഇങ്ങനെ കുറെ സ്ഥാനക്കയറ്റത്തിനും നമ്മുടെ പേരിനെ വലുതാക്കാനൊക്കെ പറഞ്ഞു നടക്കാനുള്ളതാണോ ആത്മാവിന്റെ ഫലങ്ങൾ? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളിലെ ഏറ്റവും വലിയ ഗുണമാണ് ആത്മാവിന്റെ ഫലത്തിലുള്ള നിങ്ങളുടെ ജീവിതം. അപ്പൊ ഈ മനുഷ്യനെ കണ്ടപാടെ അയാളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കുടുംബം പറയുകയാണ്, ഈ മനുഷ്യൻ ആരാ? ദൈവത്തിന്റെ മനുഷ്യൻ. അതായത് റൂവാക് അഡ്നായി, ദൈവത്തിന്റെ വിശുദ്ധ ആത്മാവുള്ളവനാണ് ഇയാൾ. അപ്പൊ നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസ്കാരം, ജീവിത രീതി, പെരുമാറ്റം, സഹകരണം, ഇതെല്ലാം മാറും എപ്പോൾ? ദൈവത്തിന്റെ ആത്മാവുമായിട്ട് നാം ജീവിക്കാൻ തുടങ്ങുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് സിലസ്റ്റിയൽ, ദൈവീകം, സ്വർഗീയമാണ് ആ സംസ്കാരം. അതിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ, ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ, നിങ്ങളുടെ ഭവനത്തിൽ എത്ര കോടി രൂപ വില കൊടുപ്പുള്ള കാറോ ഉപകരണങ്ങളോ ഉണ്ടെങ്കിലും അതിലെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും വിലമതിക്കാനാകാത്ത ഒന്നാണ് വിശുദ്ധ വേദപുസ്തകം, തിരുവചനം.
അത് ചില വീട്ടിൽ എവിടാന്ന് പോലും അവർക്ക് അറിയത്തില്ല. ബാക്കിയെല്ലാം അറിയാം. ചിലരൊക്കെ ഞായറാഴ്ച അത് തപ്പി നടക്കുന്നു. ചില ആളുകളൊക്കെ ഹോളിലൊക്കെ വന്നിരുന്ന് ഞാൻ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, പെൻസിൽ കൊണ്ടൊക്കെ ആ പേപ്പറൊക്കെ ഇങ്ങനെ കീറിയെടുക്കുന്നു. കാരണം ഇവൻ ജന്മത്തിൽ ഇരുന്ന് വായിക്കുന്നില്ല, ഒട്ടിപ്പിടിച്ചിരിക്കുക. ബാക്കിയെല്ലാം ഉണ്ട്. അവരുടെ ബെൻസിന്റെ താക്കോൽ അറിയാം, ഥാറിന്റെ താക്കോൽ അറിയാം, ആ കാറിന്റെ അറിയാം, ഈ കാറിന്റെ അറിയാം, ലോകത്തുള്ള സകല കാറ് കമ്പനി അറിയാം. പക്ഷെ വേദപുസ്തകം എവിടെ ഇരിക്കുന്നു, എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല. ചില വേദപുസ്തകം കൊണ്ടുവരത്തില്ല, ടാബൊക്കെ ആയിട്ടാ നടക്കുന്നത്. എന്റെ പൊന്നു ദൈവമക്കളെ, സഭായോഗത്തിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വേദപുസ്തകമായിട്ട് തന്നെ വരണം. നിങ്ങൾ മൊബൈലിൽ വായിക്കാമെന്നൊക്കെ പറഞ്ഞ് പിള്ളേരും കൊണ്ട് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ പോയിരുന്ന നിങ്ങൾ വായിക്കത്തില്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾ മൊബൈലിൽ എപ്പോഴും വേദപുസ്തകം വായിക്കത്തില്ല, കയ്യിരിക്കുന്ന പുസ്തകം വായിക്കുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകും. അതൊന്നും വേണ്ട. എന്റെ മകനൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ദിവസം പോലും ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ വേദപുസ്തകം മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പൊക്കോണം ദൈവസഭയിൽ. അത് തുറന്നു വെച്ച് വായിക്കുക. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ള ആളുകളുടെ സ്വഭാവം അല്ല, ഈ മനുഷ്യന്റെ സ്വഭാവം നോക്കൂ. അദ്ദേഹത്തിന്റെ പ്രവൃത്തി, അദ്ദേഹത്തിന്റെ നടപ്പ് ഒക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് പിടികിട്ടിയാണ് ദൈവത്തിന്റെ ആത്മാവുള്ള വിശുദ്ധനായ ഒരു മനുഷ്യൻ. ഒരു സാധാരണക്കാരനല്ല, വിശുദ്ധനായ ഒരു മനുഷ്യൻ. പിന്നെ ആ മനുഷ്യൻ ആ ഭവനത്തിൽ പാർക്കാൻ തുടങ്ങിയപ്പോഴുള്ള പ്രയോജനങ്ങൾ കണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചേ. ആ ഭവനത്തിൽ ആ മനുഷ്യൻ പാർക്കാൻ തുടങ്ങിയപ്പോഴുണ്ടായ പ്രയോജനങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു കാലത്തിൽ ലഭിക്കത്തില്ല എന്ന് കരുതിയ കാര്യത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകുക ഈ മനുഷ്യനിലോട്ട്. പുതിയൊരു വഴിത്തിരിവ്. ഇപ്പോ ഈ കാലഘട്ടത്തിലൊക്കെ പല വിശ്വാസികളും ക്ഷീണിച്ചു. അതിന് കാരണം അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ സമ്മർദ്ദങ്ങളോ പരീക്ഷണങ്ങളോ പ്രലോഭനങ്ങളോ ഒക്കെ വരുമ്പോൾ അവരെ വിളിച്ചു കൊണ്ടുവന്ന വിശ്വസ്തനായ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആലോചന പ്രാപിക്കുന്നതിനേക്കാൾ പല ആളുകളുടെ അഭിപ്രായത്തിൽ കുരുങ്ങി കിടക്കുക. അല്ല, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വേറിട്ട് പോയിരുന്ന് പ്രാർത്ഥിച്ച് തിരുവചനം വായിച്ചൊരു പരിഹാരം കണ്ടെത്തുന്നതിനേക്കാൾ വലുതാണ് ചിലർക്ക് അഭിപ്രായങ്ങൾ. പലരും പറയുന്ന അഭിപ്രായം. ഞങ്ങൾ ഈ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഞാനിപ്പോ ഒരുപാട് തിയോളജികളൊക്കെ മാറ്റി വെച്ചു. പിള്ളേരൊക്കെ പറയും, എന്തിനാണ് ആവശ്യമില്ലാത്ത എല്ലാം കൂടെ പഠിച്ച് ഓരോരുത്തർ പറയും. അവസാനം ചിലർ പറയും, പാവം ചെയ്താലൊന്നും കുഴപ്പമുണ്ടാവുകയും 2 ദിവസം ഉപസിച്ചാൽ മതി, എല്ലാം തീരും. വലിയ സ്നേഹമുള്ള ദൈവമല്ലേ, അൺകണ്ടീഷണൽ ലവ്. അങ്ങനൊന്നും എവിടെയാ പറഞ്ഞേക്കുന്നത് അൺകണ്ടീഷണൽ ലവ് എന്ന്? എല്ലാം കണ്ടീഷണലാണ് ദൈവമക്കളെ. കവനന്റൽ റിലേഷൻഷിപ്പ് ദൈവം പ്രസന്റ് ചെയ്തത്. ആ കവനന്റ് ഉണ്ടോ? ദൈവം ഉണ്ട് കൂടെ. കവനന്റ് ഇല്ലയോ? ദൈവത്തിന് എങ്ങനെ വരാൻ പറ്റുന്നത്? ചുമ്മാതോരോ ആളുകള് ഓരോ സമയത്ത് തോന്നിയതെല്ലാം എഴുതി വെച്ചിട്ട് അതൊക്കെ പല തിയോളജിയായി, ഓരോരുത്തരുടെ വലിയ പഠിപ്പീരായി. വേദപുസ്തകവുമായിട്ട് ഇതിനൊന്നും വലിയ ബന്ധവും ഇല്ല. അവസാനം അതെല്ലാം പൊക്കി എടുത്ത് കൊണ്ടുവന്ന് വലിയ ഉപദേശമായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയോ? കാതലായ ദൈവിക ഉപദേശങ്ങളെ അതിന്റെ തനിമയോടെ പറയാതെ നിസാരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. നിസാരവൽക്കരിക്കുക. കുഴപ്പമില്ലെന്നൊക്കെയാ പറയുന്നത്. ചിലരുടെ ഈ ദൈവസഭയ്ക്കകത്ത് കയറിയ മറ്റൊരു വാക്യോ കുഴപ്പമില്ല വാക്ക്. ആര് പറഞ്ഞു കുഴപ്പമില്ല? ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ അനുസരിക്കാനുള്ളതാ. അത് ഏതെങ്കിലും ആളുകൾ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ നിലനിൽപ്പിനുണ്ടാക്കിയെടുത്ത ദൈവശാസ്ത്രം എന്ന് അവർ പറഞ്ഞ തട്ടിപ്പിനകത്ത് നമ്മൾ വീഴരുത്. കുഴപ്പമുള്ളതെല്ലാം കുഴപ്പമുള്ളതല്ല. അപ്പൊ നമ്മൾ ഈ ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും നിരാശകളുടെ ഒക്കെ നടുവിൽ അവിടെ ഇവിടെയൊക്കെ ആളുകളുടെ അഭിപ്രായവും അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ പുറകിലും നടക്കാതെ തിരുവചനത്തിലേക്ക് വരിക, തിരുവചനത്തിലെ ഉപദേശങ്ങളിലേക്ക് വരിക, പ്രബോധനങ്ങളിലേക്ക് വരിക, ഗുണീകരണങ്ങളിലേക്ക് വരിക, ആശ്വാസത്തിലേക്ക് വരിക. നമ്മെ വിളിച്ച് വാക്കു മാറാത്തവനായി എന്നും നമ്മോട് ഒപ്പമിരിക്കുന്ന
നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പന് ഒരു അറ്റാക്ക് വന്നു, ആശുപത്രി കിടന്നു. തിരിച്ചു വീട്ടിൽ വന്നു. മന്ത്ലി ചെക്കപ്പ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അതിന് പോയി. മരുന്നുകളൊക്കെ നോക്കുമ്പോൾ ഒരു 4000 രൂപയുടെ 5000 രൂപയുടെ മരുന്നൊക്കെ അന്നത്തെ കാലത്ത് വരും. അപ്പൊ എൻ്റെ അപ്പനും എന്നോട് പറഞ്ഞടാ, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, കാരണം നീ ഒരു സുവിശേഷകൻ, എനിക്ക് 5000 രൂപയുടെ മാസം മരുന്ന് മേടിച്ചു തരാൻ നിന്റെ കയ്യിലില്ല, എനിക്കും അതില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, നീ എന്നോട് മുടക്ക് പറയരുത്, ഇതൊന്നും ഇനി മേടിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ 84 വയസ്സുണ്ട്, ഇപ്പൊ അകത്ത് കിടപ്പുണ്ട്. അന്ന് മുതല് അദ്ദേഹം നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു മരുന്നില്ലാതെ ജീവിക്കുക. 84 വയസ്സ്. ഇന്ന് രാവിലെയും ഇവിടെ വിറക് വെട്ടിക്കരുതാണ് ദൈവത്തിന്റെ കരുണ. അപ്പോൾ ഇതൊക്കെ ആയപ്പോ അന്ന് ഇവിടുത്തെ പല വിശ്വാസികളും ഞാൻ ഇത് പറയുന്നത് ഒരു ക്രിട്ടിക്കലായിട്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് ചിന്തിക്കാനാണ് പറയുന്നത്. പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ, കുറച്ച് ഹോസ്പിറ്റലിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവിടെയൊക്കെ കൊണ്ടുപോകും. ഒരുത്തരും എന്നോടൊപ്പം മുട്ടുമടക്കി എൻ്റെ പിതാവിന് വേണ്ടി ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് വന്നില്ല, ആരും വന്നില്ല. അവരൊക്കെ കുറച്ച് അഭിപ്രായം പറഞ്ഞു, ഞാനത് കേട്ടതുമില്ല. എൻ്റെ തിരുവചനത്തിൽ, എൻ്റെ കയ്യിൽ ദൈവം തന്ന തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, അവന്റെ തൊങ്ങലിൽ തൊട്ടവർക്ക് സൗഖ്യം ഉണ്ടായി. ഇതെന്താ? ഇത് ഏതാണ്ട് ബാലരമേല കഥയാണ്. ഇത് ടാർസന്റെ ഡിങ്കന്റെ ഒക്കെ കഥയാണ്. ഇത് ജീവിപ്പിക്കുന്ന വചനമല്ലേ? ഇത് പ്രവർത്തിക്കുന്ന വചനമല്ലേ? അതുകൊണ്ട് ദൈവ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം തരുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. 2, ജീവിതത്തിൽ ഒരു ധൈര്യം നൽകുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. 3, നിങ്ങൾ എടുക്കുന്ന വിശ്വാസത്തിന്റെ തീരുമാനങ്ങളിൽ നിങ്ങൾ നിലനിൽക്കുമ്പോൾ ആ തീരുമാനങ്ങളിൽ ജീവിക്കാൻ നിങ്ങളെ സഹായിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ അഭിഷേകവും അതിന്റെ ശക്തി എന്നൊക്കെ പറയുന്നത്. അല്ലാതെ പിന്നെ നമ്മൾ ചിന്തിക്കുന്ന പോലെ കേവലം അർത്ഥമില്ലാത്ത കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ബഹളമല്ലത്. അല്ലേ? ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഇപ്പൊ ഒക്കെ എനിക്കറിയത്തില്ല, പണ്ടൊക്കെ 21 ദിവസം ഉപവാസമൊക്കെ വെക്കുമ്പോൾ എന്നെപ്പോലുള്ളവരെയൊക്കെ ആദ്യത്തെ 2 ദിവസമൊക്കെ വിളിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ചടാ, അതെന്താ അങ്ങനെ, നമുക്ക് പരിശുദ്ധാത്മാവില്ലേ? അപ്പൊ അവര് പറയുന്നത് അവസാന ആഴ്ചകളിൽ ഇളക്കുകാരെ കൊണ്ടുവരും, അപ്പോഴാണ് ഈ ഇളകി മറിയുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങനെ വല്ലതുമാണ്? ദിവസം നോക്കിയാണോ വരുന്നത്? മണിക്കൂർ നോക്കിയാണോ വരുന്നത്? അവസാനം ഇപ്പൊ നിങ്ങൾ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് അവസാന 4 ദിവസമാണ് നിങ്ങൾ കിടന്ന് തുള്ളിച്ചാടുന്നതെങ്കിൽ അതിന് വലിയ അർത്ഥമൊന്നുമില്ല. ബാക്കിയുള്ള ദിവസം എന്തോ ഇതിരുന്ന് ഉറങ്ങിയോ? അപ്പൊ ഈ അവസാന 4 ദിവസം, അല്ലെ അവസാന 3 ദിവസം, അതിന് കുറച്ച് സ്പെഷ്യലിസ്റ്റ് ആളുകളിലൂടെ വന്നാലേ ഇത് ഉണ്ടാകത്തുള്ളെന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ അങ്ങനെ ഇല്ല. അവർ ഇരുന്നു, അവരുടെ മേൽ പതിച്ചു, ആത്മാവ് അവരെ യോഗ്യമാക്കിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവിടെ വേറെ പ്രകടനങ്ങളൊന്നും ഇല്ലായിരുന്നു ആരുടെയും. അവരാരായി? അവർ ബലഹീനരായിരുന്ന അവര് ആയിരക്കണക്കിന് ആളുകളെ ക്രിസ്തുവിലേക്ക് നയിച്ച് അന്നത്തെ ഉന്നതന്മാരായ ആൾക്കാരുടെ മുമ്പിൽ മുട്ടിടിക്കാതെ നിന്ന് യേശു ഏക രക്ഷകൻ എന്ന് പറഞ്ഞവരായി മാറി. അതായിരുന്നു അവരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ക്രിയാത്മകമായ പ്രവർത്തനം, അവരുടെ ചൈതന്യം അതായിരുന്നു. അപ്പോൾ മാറ്റങ്ങൾ തരുന്നത് സ്വഭാവം, ജീവിതം, പ്രവൃത്തി, സഹകരണം, സംസ്കാരം, ഇടപെടൽ, ഇതിനകത്തെല്ലാം വലിയ മാന്യത നമുക്ക് തിരുവചനപ്രകാരം നൽകി നമ്മളെ ശുദ്ധീകരിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന് പഴയ നിയമത്തെ ആദ്യം ഇട്ട പേരാണ് റൂവാഖ് അടിനാൻ, ദൈവത്തിന്റെ ആത്മാവ്. രണ്ടാമത് പേര് റൂവാഖ് ഹക്കമ. റൂവാഖ് ഹക്കമ, ഹക്കമ, ഹ-ക-മ, റൂവാഖ് ഹക്കമ. ഇത് ഒന്നുമില്ലായ്മയിൽ സൃഷ്ടിക്കുന്നു. റൂവാഖ് ഹക്കമ എന്ന് പറഞ്ഞാൽ
ഒന്നുമില്ലായ്മയിൽ സൃഷ്ടിക്കും. അതുപോലെ തന്നെ ഒന്നുമില്ലായ്മയിൽ എല്ലാം കാണാൻ സാധിക്കുന്നു. അപ്പോസ്തലന്മാരൊക്കെ എങ്ങനെയായിരുന്നു? ഒരു കാഴ്ചപ്രകാരം ഒന്നുമല്ല, വിശ്വാസത്താൽ അവർ കണ്ടു പലതും. ഒന്നുമില്ലായ്മയിൽ എല്ലാം കാണാൻ സാധിക്കുന്നു, ഒന്നുമില്ലായ്മയിൽ സൃഷ്ടിക്കുന്നു. നമ്മുടെ പൂർവ്വ പിതാക്കന്മാര്, ദൈവദാസന്മാരുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിക്കേ. ഒന്നുമില്ലായ്മയിൽ അവർ ഇറങ്ങി അങ്ങ് ചെല്ലുക ചെയ്തത് ദൈവവേലയ്ക്ക്. അവിടെ എല്ലാം അവരോടൊപ്പം ഇരുന്ന് സൃഷ്ടിപ്പ് നടത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നമ്മളെല്ലാം അങ്ങനെ, ഞാനും വർഗീസ് ഭാഷയും എല്ലാം അങ്ങനെ, നിങ്ങളും ദൈവാസന്മാർ പലരും, നിങ്ങളെല്ലാം അങ്ങനെ ഇറങ്ങി. നമ്മൾ ഇറങ്ങിയപ്പം നമ്മൾക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞാണോ ഇറങ്ങിയത്? ഇപ്പൊ അങ്ങനെയൊക്കെ പലരും ഇറങ്ങുന്നുണ്ട്. ഒഴിഞ്ഞ ചാക്കും കൊണ്ടുപോകും, നിറച്ചുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞു വരുന്നു. അവന് നിറയ്ക്കാൻ കിട്ടിയില്ലെങ്കിൽ അവൻ തിരിച്ചങ്ങ് വീട്ടിൽ പോകും. പിന്നെ അവൻ പഴയടുത്ത് തന്നെ നിൽക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ഇറക്കവും കയറ്റവും ഒക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ, നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട കാലം, ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട കാലത്ത് ഒന്നുമില്ലായ്മ സ്റ്റെപ്പ് വെച്ച്. എന്റെ അമ്മയാണെങ്കിൽ സ്നാനപ്പെട്ടപ്പോ എന്നോട് പറഞ്ഞടാ, വാട്ടർ ടാങ്കിലും അവിടെ ഇവിടെ ഒന്നും എന്നെ കൊണ്ടുപെടുത്തരുത്. എനിക്കിവിടെ ഒരു കടവുണ്ട്, അതായത് ഒരു ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിൽ പോയി സ്നാനപ്പെടണം. അത് വെറുതെ കൊണ്ടുപോയാൽ പോരാ, നമ്മുടെ ഭാഷയോട് പറയണം, ചെണ്ടയൊക്കെ ആയിട്ട് വരണം, കൊട്ടിക്കൊണ്ട് പോകണം, ഞാൻ പുറകിന് വരുക. അപ്പൊ ഞങ്ങൾ ഒരു 10-15 പേര് ചെണ്ട പോലത്തെ ഡ്രം സെറ്റും അതും ഇതും എല്ലാം കൂട്ടി ജയം ജയം എന്നൊക്കെ പാടി എൻ്റെ അമ്മയും കൊണ്ട് പോയി ആ കടവിൽ സ്നാനപ്പെടുത്തി ഞങ്ങൾ തിരിച്ച് പാട്ടൊക്കെ ആയിട്ട് വന്ന്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ധൈര്യം കിട്ടും? നാണക്കേടാ ചിലർക്ക് ഇപ്പൊ സ്നാനപ്പെടുന്നത്. പിന്നെ പെടാതിരിക്കുന്നത് എങ്ങനെയാന്ന് ഓർത്ത് എവിടെയെങ്കിലും പോയി ഒളിച്ചു പെട്ടുവരും. പ്രതിസന്ധി ഇല്ലാത്തടത്തൊക്കെ എന്തിനാ അങ്ങനെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്തടത്ത് കർത്താവിനെ സാക്ഷിക്കാൻ ലജ്ജിച്ച കർത്താവ് എന്താ പറഞ്ഞേ? ഞാന് എന്റെ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ ഏറ്റുപറയാനും താല്പര്യം കാണിക്കത്തില്ല, ലജ്ജിക്കുമെന്ന് പറയും. ഒരു കാര്യത്തിലും കർത്താവിനെ കാര്യങ്ങളിൽ ലജ്ജ തോന്നരുത് കേട്ടോ. സുവിശേഷം പ്രസംഗിക്കുന്നതിലാകട്ടെ, സ്നാനപ്പെടുന്ന വിഷയത്തിലാകട്ടെ, ഒരു കാര്യത്തിലും കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആത്മീയകാര്യത്തിന് നമുക്ക് ലജ്ജ തോന്നരുത്. ലജ്ജ തോന്നരുത്. കാരണം തോന്നിയാൽ അത് അപകടമാണ്. കർത്താവിനും തിരിച്ചിങ്ങനൊക്കെ തോന്നും നമ്മളെ കുറിച്ച്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോ. അപ്പൊ എന്റെ അമ്മ സ്നാനപ്പെടുത്തി ഞങ്ങൾ കൊണ്ടുവന്നു. അമ്മ അവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ എന്നൊക്കെ 3 തവണ വെള്ളത്തിലൊക്കെ നിന്ന് പറഞ്ഞ് 82 വയസ്സുണ്ട്. ഇപ്പൊ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അപ്പുറത്ത് കുറയിൽ. 82 വയസ്സുണ്ട്. കാര്യമായ ഒരു കുഴപ്പമില്ലാതെ ദൈവം നടത്തുന്നു. അപ്പോൾ ദൈവം ഒന്നുമില്ലായ്മ ഇല്ല. ഇപ്പോ കുഴപ്പം പലരുടെയും വിശ്വാസം ക്ഷീണിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നിന്നും പോയി ഇനി ഈ ഭൂമിയിലേക്ക് വരും. അത് നിങ്ങളുടെ കർത്താവിന്റെ ദാസൻ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്കുള്ള ഈ കാലയളവിൽ നമ്മളെ കുറിച്ചുള്ള കർത്താവിന്റെ ആ ഒരു വിഷമം എന്ന് പറയുന്നത്, നമ്മൾ ബെൻസ് മേടിക്കാൻ പറ്റത്തില്ലേ? പോർഷെ കാറ് മേടിക്കാൻ പറ്റത്തില്ലേ? അല്ല 2 ഫ്ലാറ്റ് മേടിക്കാൻ ആ വ്യക്തിക്ക് കഴിയുമോ? ഇതൊക്കെയായിരുന്നു കർത്താവ് പറയുന്നത്. മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുന്നു. അതിന്റെ സൂചനയായിട്ട് തന്നെ 1-ാം നൂറ്റാണ്ടിൽ സകല അത്ഭുതങ്ങളും ഉള്ള സഭ, പൊരുന്ത് സഭ, അതുപോലുള്ള സഭകൾ, അവിടൊക്കെ അപ്പോസ്തലന്മാർ ചോദിക്കുക, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യാൻ? ശോധന ചെയ്യാൻ. അല്ലെ, കുട്ടികളിൽ ആരുണ്ടാക്കി കൊടുക്കും ഈ വിശ്വാസം? ഇനി കുട്ടികൾക്കെല്ലാം ഉണ്ടല്ലോ. പിന്നെ എന്താണ് വിശ്വാസം? അപ്പോൾ പല ആളുകൾക്ക് ഒരു ജനറൽ ഫെയ്ത്തേ ഉള്ളു, യേശു എന്ന ഒരാളിലുള്ള ഒരു വിശ്വാസം. എന്നാൽ അവന്റെ പ്രായോഗിക ജീവിതത്തിലേക്ക് ഈ ജീവനുള്ള കർത്താവ് ഇടപെട്ട് അവൻ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവിന്റെ പ്രവൃത്തികൾ ഉണ്ടാകാൻ ഒരു സഹിഷ്ണുത വിശ്വാസത്തിന്റെ പലർക്കും ഇല്ലാതെ പോവുകയാണ്. ആ ഒരു സഹിഷ്ണുത വിശ്വാസത്തിൽ, ആ ഒരു പേഷ്യൻസ് അതില്ലാതെ പോകും. നമ്മുടെ കർത്താവ് വന്നിട്ട് നമ്മളെ പല സ്കൂളുകളിലേക്ക് വിടുകയാണ്. ഒന്നാമത്തെ സ്കൂള് കഷ്ടത എന്ന സ്കൂളാണ്. കഷ്ടത ചിലർ എന്നും ഒന്ന് കഷ്ടത മാത്രം പ്രസംഗിക്കുന്നത്. പക്ഷെ ആ പ്രസംഗിക്കുന്ന പാർട്ടിക്കാണെങ്കിൽ ലൂയിസ് ഫിലിപ്പിയുടെ ഷർട്ടല്ലാതെ വേറെ ഒരു ഷർട്ടുമില്ല. ഒരിക്കലും അഭിവൃദ്ധി പ്രാപിക്കരുത് എന്നുള്ള നിലയിലാണ് ഉപദേശം പൊത്തുപോകും.
അങ്ങനെയല്ല, എല്ലാം അങ്ങ് കഷ്ടതയും ദാരിദ്ര്യം, ഇവിടുന്ന് കടം മേടിച്ച് അവിടുന്ന് കടം മേടിച്ച് 25 ലോണുമായിട്ടൊന്നും നടക്കണമെന്നൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അഭിവൃദ്ധിയുണ്ട്. പ്ലസ് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി കഷ്ടതയുണ്ട്. അതൊക്കെയാണ് പൗലോസ് അപ്പോസ്തലനെ പോലുള്ള ആൾക്കാർ അഭിമുഖീകരിച്ച കഷ്ടതകൾ. അല്ലാതെ പണ്ടൊരാൾ എന്നോട് പറഞ്ഞല്ലോ, ഭയങ്കര കഷ്ടതയോ പാസ്റ്റർ. ഞാൻ ചോദിച്ചു, എന്തോ? ഞങ്ങൾ എന്നും മേടിക്കുന്ന ആ ബ്രാൻഡ് ഗോതമ്പൊടി കിട്ടിയില്ലെന്ന്. എന്ത് കഷ്ടതയെ? പണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴേ, ഇവിടെ 2018 ഭയങ്കര വെള്ളപ്പൊക്കം വന്നു. ഞങ്ങളുടെയൊക്കെ ഈ ഏരിയയിലെല്ലാം വെള്ളം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വെള്ളം കയറിയില്ല, കയറത്തില്ല. കയറിയാൽ പിന്നെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം പലയിടത്തും മുങ്ങിപ്പോകും. അതുപോലെ ഹൈറ്റ് ഞങ്ങളുടെ വീട്. അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞതാ, അവരിങ്ങനെ പിന്നെ ആ സമയത്ത് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി ഒരു വീടുകളിലൊക്കെ സാധനമൊക്കെ കൊണ്ടെത്തിച്ച്. അപ്പോൾ ഇടത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരിടത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊടുത്തു കൂട്ടത്തി ബിസ്ക്കറ്റ് കൊടുത്തു. അപ്പോ ആ ബിസ്ക്കറ്റ് വാങ്ങേണ്ട ആള് പറയുന്നത് ഓറിയോ ആണേ മതി, അതേ തിന്നത്തുള്ളത്, ചാകാൻ പോവോ വെള്ളം കയറി. അപ്പോഴും ഓറിയോയ്ക്കാ പിടി. ആലോചിച്ചേക്കും സ്വഭാവങ്ങളുടെ ഓരോ കുഴപ്പം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കൂ, നമ്മൾ അങ്ങനെ തണുത്തിട്ടുണ്ടോ? നമ്മളെ പല സ്കൂളുകളിലേക്ക് കടത്താൻ വയ്ക്കും. ആദ്യം കഷ്ടത, അവിടെ നമ്മളെ ഇഞ്ചനാര് പരുവാക്കും ദൈവം. അങ്ങനെ നമ്മളൊക്കെ വലിയ പുള്ളികളല്ലേ. അവിടെ നിന്നും കഷ്ടതയിൽ നിന്ന് അടുത്ത സ്കൂളിലേക്ക് പ്രമോഷൻ കൊടുത്തു. സഹിഷ്ണുതയിൽ നിന്ന് അടുത്ത സ്കൂളിലേക്ക് വിട്ടു. ക്യാരക്ടറിന്റെ സ്കൂള്, അവിടെയാണ് നമ്മൾ ക്യാരക്ടറൊക്കെ പഠിക്കുന്നത്. അവിടെ നിന്ന് അടുത്ത സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രത്യാശയുടെ സ്കൂളിൽ കയറി. എന്നിട്ട് ലാസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുമെന്ന്. ജയിച്ചു, തീസസ് ഒക്കെ എഴുതി ഡിഗ്രി ആയിട്ട് വന്നു. പിന്നെ ഇവർക്ക് കംപ്ലൈന്റ്സ് ഇല്ല, അല്ലെ? അപ്പോസ്തലനെ പൗലോസിനെയൊക്കെ നോക്കുക, എന്ത് കഷ്ടതയെ കർത്താവിനോട്ട് അനുഭവിച്ചേ. നമ്മള് പറയുന്ന പോലെ വല്ലതാണോ? വോൾട്ടേജ് ഇല്ല, AC ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇലക്ട്രിക് കാർ മേടിക്കാൻ പറ്റിയില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറയുന്ന കഷ്ടതകളായിരുന്നു അവരുടേത്. അപ്പൊ നമുക്ക് കഷ്ടതകളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മൾ ഓർത്തുകൊള്ളുക, അതിനൊരർത്ഥമുണ്ട് ആ കഷ്ടതയ്ക്ക്. വെറുതെ കിടന്ന് കഷ്ടപ്പെടുന്നതല്ല. ചില ആളുകളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി, 1,00,000 രൂപ ശമ്പളമുള്ള ആള് പോലും മാസാവസാനം കടം മേടിക്കുക. കാരണം ഒരു അച്ചടക്കവും ഇല്ലാതെ ജീവിച്ച് ലാസ്റ്റിൽ വലിയ ദുഃഖം ഉണ്ടാക്കി വെച്ച്, ആ ദുഃഖത്തിന്റെ പേരല്ല ബൈബിള് പഠിപ്പിക്കുന്ന കഷ്ടത. അത് വേറെ വിഷയമാണ്. ഞാൻ അതുകൊണ്ട് അവിടെ പോവുക. അപ്പൊ ഒന്നുമില്ല, നമ്മൾ ഇങ്ങനെ ആ വിശ്വാസത്തിന്റെ സഹിഷ്ണുത നമുക്കുണ്ടോ? ഒരു പേഷ്യൻസ് ഉണ്ടോ വിശ്വാസത്തിൽ? കൊച്ചു കുഞ്ഞുങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും മക്കളെ, അമ്മയപ്പന്മാരുടെ ജോലി, അവരുടെ ശമ്പളം, ഇരിക്കുന്ന ഫ്ലാറ്റ്, ഇതൊക്കെ കണ്ടിട്ട് യേശു ക്രിസ്തുവിനെ സേവിക്കാമെന്ന് ചിന്തിക്കരുത്. കാരണം നിങ്ങൾക്കറിയാം, അനുദിനം മാറ്റങ്ങളാ. നിങ്ങള് വ്യക്തിപരമായി യേശു കർത്താവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിട്ട് നിങ്ങൾ യേശു കർത്താവിനോട് സംസാരിക്കണം, പ്രാർത്ഥിക്കണം. യേശു കർത്താവുമായിട്ട് നിങ്ങൾക്ക് ഒരു അടുപ്പം ഉണ്ടായിരിക്കണം. അല്ല പിടിച്ചിരിക്കാൻ പാടാ, പ്രയാസമാ. ഞാൻ പഠിച്ച ബൈബിൾ കോളേജിലൊന്നും എനിക്ക് ഫീസ് കൊടുക്കാൻ കാശൊന്നും ഇല്ല, എനിക്ക് തരാൻ ആരും ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചു, എത്രയോ അത്ഭുതങ്ങൾ ചെയ്ത് 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 ദൈവം ഇത്രയും ഈ നിലയിലേക്ക് കൊണ്ടുവന്നു. ആ സമയങ്ങളിലൊക്കെ കർത്താവ് തരും. ചിലപ്പോ 11:45 കൊടുക്കണ്ടേ, 11:42 വരെ ഒന്നും കാണത്തില്ല. ആ സമയത്തൊക്കെ ഇങ്ങനെ കിട്ടിയ സമയമുണ്ട്. കൊണ്ടുപോയി അടയ്ക്കാൻ പറ്റിയ സമയത്ത് വിളിച്ചൊക്കെ ആളുകൾ തന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ ഓർക്കുകയാണ്. അപ്പൊ ഒന്നുമില്ലായ്മയിൽ ദൈവം നമ്മളെ നടത്തും. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരു വ്യക്തിക്ക് സാഹചര്യങ്ങൾ ഭയമില്ല, മറിച്ച് ദൈവത്തോടാണ് അവന്റെ കൂട്ടായ്മ. മൂന്നാമത്തത് പറയുന്നത് റൂവാക് ബിനാക്. ഇതെന്ന് പറയുന്നത് കൗൺസിൽ അഡ്വൈസ്. പരിശുദ്ധാത്മാവിന്റെയും കൗൺസിൽ ചെയ്യും, അപ്പോൾ തന്നെ ഉപദേശിക്കും. ഇതാണ് പരിശുദ്ധാത്മ. എവിടെ? പ്രതിസന്ധിയിൽ വ്യക്തമായ ഉപദേശം കൊടുത്ത് ആ സാഹചര്യത്തെ
പരിഹരിക്കാനുള്ള ജ്ഞാനം തരും. അപ്പൊ കൗൺസിൽ, സോറി ഒരു മിനിറ്റ് ഒന്ന് തെറ്റി, റൂവാക് ബിനാക് എന്ന് പറഞ്ഞ കൗൺസിലിംഗ് അല്ല, തിരുത്തി എഴുതണേ. അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാനുള്ള കഴിവ്. റൂവാക് ബിനാക് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്. എന്ത് മനസ്സിലാക്കാനാണ്? ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ് ഓഫ് ഗോഡ്. ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ആര് തരുന്നു? പരിശുദ്ധാത്മാവ്. റൂവാക് ബിനാക്. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി നമ്മളെ കുറിച്ച്. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതൊക്കെ വേറെ രീതിയിൽ. ഞാൻ എന്തിനിവിടെ ജീവിക്കുന്നതെന്ന് എനിക്കുള്ള ചിന്ത അല്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കുണ്ടായ ചിന്ത, പർപ്പസ്, എൻ്റെ ലൈഫിന്റെ പർപ്പസ്, എൻ്റെ ലൈഫിന്റെ ഗോൾ, എൻ്റെ ലൈഫിന്റെ എയിം, എൻ്റെ ലൈഫിന്റെ മീനിങ്, എൻ്റെ ലൈഫിന്റെ ആ ജെന്യുവിനെസ്, ഇതെല്ലാം എനിക്ക് മനസ്സിലായത് ഞാൻ കർത്താവിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വന്നപ്പോഴാണ്. ഇതെല്ലാം എനിക്ക് മനസ്സിലായി. അതിനു മുമ്പ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരുത്തരെ പോലെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, വേറൊന്നും ചിന്തയില്ല. ആ മനുഷ്യന് അയാൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്ത അയാളുടെ അടിമകളെ ചുറ്റും ഇരുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ കളപ്പുരകളെല്ലാം എന്ത് ചെയ്യും? പൊളിച്ച് പണിയും. അല്ലെ, കളപ്പുരകളെല്ലാം ഞാൻ പൊളിച്ച് പണിയും, ഏറിയ മുതലൊക്കെ ഞാൻ സമ്പാദിച്ചു, പണ്ട് സമ്പാദിച്ചതും ഇരിക്കുന്നു, ഇപ്പൊ സമ്പാദിച്ചതും കൂടെ ക്ലാഷ് ആയപ്പോ ഇതെല്ലാം കൂടെ കൂടി ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പൊളിച്ച് ഞാൻ പണിയും. അല്ലെ, എത്ര പൊളിച്ചു പണികളൊക്കെ എവിടെ എല്ലാം നടക്കുന്നുണ്ടല്ലേ. എന്നാലും 10 പൈസ ആർക്കും കൊടുക്കത്തില്ല. ചുമ്മാ പൊളിച്ചു പണിഞ്ഞ് കാശ് കളയും, എന്നാലും കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഇത് പൊളിച്ചു പണിയും. ഇയാൾ പറയും പൊളിച്ചു പണിയും, അല്ലെ, പൊളിച്ചു. അങ്ങനെ അയാൾ പറഞ്ഞു തിന്നുക, കുടിക്കാൻ, ഇതാണ് അയാൾക്ക് ലൈഫ്. പക്ഷെ പെട്ടെന്ന് ഒരു ഇടപെടയിൽ ഇത് വലിയ ഫിലോസഫിയാ, വലിയ തത്വശാസ്ത്രമാണ്. തിന്നോ, കുടിക്കോ, ആനന്ദിക്കും. ഇവനാണ് ജീനിയസ്, ലോകത്തിന്റെ ജീനിയസ്. പക്ഷെ അവിടെ ഒരു ശബ്ദം, മൂടാ. ദൈവം പറയുക, നീ മൂടന. നീ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞിട്ട് നീ കാലയളവ് പറയുന്നു. അത് നിന്റെ മരണം നിനക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം നീ ആനന്ദിക്കാൻ ജീവിക്കില്ലേ. മരിക്കുമെന്ന് പറയുന്നത് പോലും നിനക്ക് എന്തല്ല, പിടിക്കത്തില്ല. പേടിയാ മരണം. അപ്പൊ പറയാണ്, മൂടാ, ഈ രാത്രിയിൽ, അധിക സമയമൊന്നും പോകത്തില്ലെന്ന്, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ ചോദിക്കും. നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നിന്റെ പ്ലാൻ എന്താ? യേഴ്സ് ഞാൻ എന്ത് ചെയ്യോ? തിന്നും, കുടിക്കും, ആനന്ദിക്കും. ഇതാണ് നിന്റെ പ്ലാൻ. അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മക്കളെ, നമ്മളൊരു പകൽ എന്തെല്ലാം പറയുന്നല്ലേ. മക്കളുടെ കാര്യങ്ങൾ പറയുന്നു, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നു, കൂടുതല് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് പണം ഉണ്ടാക്കാം, അതിന്റെ സോഴ്സസ് സംസാരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞാലും ആരെങ്കിലും ഇന്ന് പകല് ആ വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞു? പേടിയില്ലേ? ചിലർക്കൊക്കെ പേടിയായി. ഇപ്പൊ ബന്ധുക്കോസുകാർക്ക് പോലും പേടിയായി. അങ്ങനെ ചിന്തിക്കുന്നതേ പേടിയായിപ്പോ. പണ്ടേ ഒരാളോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ചുമ്മാ ആവശ്യമില്ലാത്ത എന്നോട് പറയാതെ. വലിയ വിശ്വാസിയാ. പക്ഷെ ഞാൻ ഈ മരണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ ആവശ്യമില്ലാത്ത എന്നോട് പറയാതെ വേറെ വല്ലതും പറയാൻ. അങ്ങനെ പേടിയാ. എന്താ ഈ പേടിയെന്നറിയാവോ? നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഓപ്പറേഷൻ ചെയ്തപ്പോഴേ എന്നെ ആ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടിട്ട് അനസ്തേഷ്യയുടെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഒരു ട്യൂബ് ഇങ്ങോട്ട് വന്ന് ഊതാൻ പറഞ്ഞു. ഞാൻ ഊതി, ഒന്നേന്നൊന്ന് പറയുന്നത് കേട്ട് പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ മരിച്ചതിന് തുല്യമായി. പിന്നെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് എന്റെ പേര് വിളിക്കുമ്പോൾ ഞാൻ ഉണർന്നിരിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞില്ലെന്ന്. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഒന്നും അറിയിക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ എന്നെ പിന്നെ അങ്ങ് ICUലോട്ട് കൊണ്ടുപോവുക ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചോട്ടെ, ഞാൻ മരിക്കുമ്പോൾ ഇതുപോലൊക്കെ തന്നെ ഞാൻ വല്ല ഓർക്കുന്നു. നമ്മൾ ഇന്ന് ഈ മരണത്തെ പേടിക്കുന്നത്, അയ്യോ ഞാൻ എൻ്റെ ആ പിന്നെ ഫ്ലാറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഈ വീട്, മുറ്റത്ത് കിടക്കുന്ന കാറ്, കുട്ടിയുടെ പിന്നെ USA പഠനം കഴിഞ്ഞുള്ള കെട്ടിയില്ല, ഇങ്ങനെ പലതിനെ കുറിച്ചുള്ള ചിന്തയില് ഈ മരിക്കാൻ പേടിക്കുന്നത്. അല്ല മരിക്കും എന്നുള്ള അറിവില്ലാത്തതുകൊണ്ടല്ല.
എനിക്കൊന്നും അറിയാവോ എല്ലാവർക്കും. ജീവിതത്തിൽ വരുന്ന പരമസത്യമേത മരണമാണ്. ഒരു ദിവസം മരിച്ചിരിക്കും. എന്നിട്ടോ ഇമ്പങ്ങളുടെ പറുദീസയിൽ നിന്നൊക്കെ പറയാം, അങ്ങോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, പേടിയ. എത്രയോ പേര്. അതെല്ലാം എന്താ? വിശ്വാസത്തിന്റെ മൂല്യ ശോഷണം. സമയമാനതവും ശുദ്ധർ സ്തുതിക്കും ഒക്കെ അന്ന് ജീവിച്ചിരുന്നവർ പാടി സന്തോഷിച്ചിട്ട് ഇന്ന് അത് പാടാൻ പേടി ചിലർക്ക്. ഇവന്റെ പേരും വിശ്വാസി എന്ന്, അവരുടെ പേരും അതായിരുന്നു. പൊരുത്തപ്പെടുന്നില്ലല്ലോ, എവിടേക്കോ തകരാറ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കൽ തരുന്നു. ജീവിതത്തെ കുറിച്ച് നമുക്കൊരു മനസ്സിലാക്കൽ തരുന്നു. എന്തിനു നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താ? നിങ്ങളുടെ മിഷൻ എന്താണ്? ഈ വചനത്തോടുള്ള നിങ്ങളുടെ കടപ്പാട് എന്താ? ഈ വചനം നിങ്ങളോട് അറിയിക്കുന്ന സത്യങ്ങളെ മറ്റുള്ളവരോട് പറയാൻ നിങ്ങൾക്ക് ഒരു ഉത്സാഹവും എരിവും ആവേശവും ഉണ്ടാകാൻ ദൈവ പരിശുദ്ധാത്മാവ് ഉപദേശിച്ചിട്ടും ചെയ്യാതിരിക്കുകയാണോ? അപ്പോ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നു. 1 കൊരിന്ത്യർ 2:10 അതിനെക്കുറിച്ച് കാര്യമായി പറയുന്നു. 10 പറയുന്നത്, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കും. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു. അതെല്ലാം പോട്ടെ. ഇനി 11 വാക്യത്തിൽ മനുഷ്യനിലുള്ളത് അവരുടെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരാണ്. മനുഷ്യരിൽ ആരറിയും? അടുത്ത് ശ്രദ്ധിച്ച്, അവനും തന്നെ ദൈവത്താലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ 12. എന്താ ഇതിനിടയിൽ കൺഫ്യൂഷൻ വരുന്നതിന്റെ കാരണം? അപ്പോസ്തലൻ അവരോട് പറയാണ്, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല. അവൻ വേറൊരു ആത്മാവുണ്ട് ഇതിനിടയ്ക്ക്, ലോകത്തിന്റെ ആത്മാവ്. ഇത് കേറിയാൽ മറ്റേതൊന്നും ഇപ്പൊ മനസ്സിലാകത്തില്ല. അപ്പോ വിവാഹമോചനമൊക്കെ ഒരു പാഷം പോലായി. ഇപ്പോ പറയുകയാണ്, ആ കുഴപ്പമില്ല, സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ടോ, ബാക്കി ഞങ്ങൾ നടത്തിത്തരാം. ലോകത്തിന്റെ ആത്മാവ് വന്നു. യേശു പറഞ്ഞ പാടില്ലെന്ന്. ഇവിടെ പുതിയ തിയോളജി, സർട്ടിഫിക്കറ്റ് മതി, ഞങ്ങൾ നടത്തിത്തരാം. യേശു പറഞ്ഞു പാടില്ല. പുതിയ തിയോളജി പറയുകയാണ് കുഴപ്പമില്ലെന്നേ. ഇച്ചിരി കാശും പേരും ഒക്കെ ആണെങ്കിൽ ഒട്ടും കുഴപ്പമില്ല. സംസാരിക്കാൻ ആരും ഇല്ലാത്ത ഒരു ബലഹീനനാണെങ്കിൽ കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ ഒട്ടും കുഴപ്പമില്ല. അങ്ങനെയാണോ? ഇതിന് പേര് ലോകത്തിന്റെ ആത്മാവ്. അതിങ്ങോട്ട് കയറി പലതും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ലഘൂകരിച്ചു. ലോകത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രത്യേകത, വളരെ വേഗത്തില് ദൈവവചന വിരുദ്ധമായ ഒരു കാര്യം പരത്തി പ്രചരിപ്പിച്ചു വിടുന്നു. പെട്ടെന്ന് പരത്തി കളയും. നിങ്ങൾ ഈ ഭാഷയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരുത്തന് കമ്പലിട്ടേക്കുന്നു, അമേരിക്കയിൽ ഒരുത്തന് ഇട്ടേക്കുന്നു, നിങ്ങളുടെ അവിടെ ഇട്ടേക്കുന്നു, ഞങ്ങളുടെ ഇവിടെ ഇട്ടേക്കുന്നു. എത്ര പെട്ടെന്ന് അത് ലോകം മൊത്തവും പരക്കുന്നു, എത്ര പെട്ടെന്നാണ് അതിന്റെ സഞ്ചാരം. ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ നമുക്ക് ഒരു മനസ്സിലാക്കൽ, അതൊക്കെ ഒത്തിരി വിശദമായിട്ട് പറയണമെങ്കിൽ ഞാൻ വിട്ടുപോകുന്നു. മനസ്സിലാക്കാൻ നമ്മൾ കർത്താവിനെ മനസ്സിലാകും, കർത്താവിന്റെ ഹിതം മനസ്സിലാകും. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കൊരു മനസ്സിലാക്കലുണ്ടായി. മരണത്തിന് ശേഷം എന്താന്ന് ചോദിച്ചാൽ ആളുകൾ പറയുന്നു, ഓ മരണത്തോടെല്ലാം തീർന്നു. നമ്മൾ അങ്ങനെ പറയുന്നില്ല. മരണത്തിന് ശേഷം ഒരു നിത്യജീവനുണ്ടെന്ന് മനസ്സിലാക്കി തന്നു. ലോകത്തിന്റെ ആത്മാവ് പറയുന്നത് മരണത്തിന് ശേഷം ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ തിന്നു കുടിക്കൂ ആനന്ദിക്കൂ, ശരീരം കൊണ്ട് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തോ, ഒറ്റ ജീവിതമേ ഉള്ളല്ലോ. ലോകത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവിനാൽ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയവർ പറയുന്ന അല്ല, മരണത്തിനപ്പുറം എന്തുണ്ട്? ഒരു നിത്യജീവൻ ഉള്ളത് കൊണ്ട് ഈ ശരീരത്തെ ഇവിടെ തിരുവചനപ്രകാരം വൃത്തിയായി വിശുദ്ധിയായി സൂക്ഷിച്ചിരിക്കണം. തിന്നും കുടിച്ചും ആനന്ദിച്ചും പാപം ചെയ്ത് മലിനമാക്കാനുള്ളതല്ല ഈ ശരീരമെന്ന് നമുക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാ മനസ്സിലാക്കി തന്നു. അവിടെയാണ് നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കാൻ തുടങ്ങി. മനസ്സിലാകുന്നോ ഞാൻ പറഞ്ഞു വരുന്നത്? മനസ്സിലാകുന്നോ? ദൂത പറയുന്നു അല്ലേ, വലിയ ദൂതുകളല്ലേ പറഞ്ഞുകൊണ്ട്. അടുത്തതാണ്, അടുത്ത 4-മത്തത് റൂവാക് എസാക്. റൂവാക് എസാക്, പരിശുദ്ധാത്മാവിന്റെ 4-മത്തെ
പ്രവർത്തനത്തിന്റെ പേരാണ് റൂവാക് എസാക്. ഇത് കൗൺസിൽ ആൻഡ് അഡ്വൈസ്. കൗൺസിൽ ആൻഡ് അഡ്വൈസ് പറഞ്ഞു നിർത്തിക്കോളാം, സമയത്ത് തന്നെ നിർത്തുവേ. പ്രതിസന്ധിയിൽ വ്യക്തമായ ഉപദേശം കൊടുത്ത് ആ സാഹചര്യത്തെ പരിഹരിക്കുവാനുള്ള ജ്ഞാനമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. കൗൺസിൽ, അഡ്വൈസ്. അതായത് നമ്മൾ നോക്കിക്കേ, യോസഫ്, ഒരു സ്ത്രീ അയാളെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനൊന്നും വഴങ്ങാതെ ആ മനുഷ്യൻ ജീവിച്ചു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ജയിലിൽ പോയതൊക്കെ നിങ്ങൾക്കറിയാതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വിലയില്ലാത്ത ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ് ആ രാജ്യത്തിലെ ചക്രവർത്തിയുടെ സ്വസ്ഥത കെടുത്തി ഒരു കാര്യത്തിന്റെ പൊരുള് തിരിച്ചു കൊടുത്തത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. എത്ര കോടി രൂപ ആസ്തിയുള്ള ഒരു ചക്രവർത്തി, ടെക്നോളജി കൊണ്ടും അയാൾക്ക് സമാധാനം കിട്ടുന്നില്ല, വിദ്വാൻമാരെ കൊണ്ടുമില്ല, അയാളുടെ കൗൺസിൽ മെമ്പേഴ്സിനെ കൊണ്ടുമില്ല. പക്ഷെ ജയിലിൽ കിടക്കുന്ന ഒരുത്തിന് ദൈവാത്മാവുണ്ട്. ആവം വരട്ടെന്ന് പറഞ്ഞു. അവൻ എവിടെയെന്നാ വരുന്നതെന്നറിയോ? ഉന്നതമായ സ്വത്തുള്ള ഒരു വീട്ടിൽ നിന്ന്, ആ വീട്ടിൽ നിന്ന് അവൻ ഭയങ്കര ആ ബോഡിയുള്ള വസ്ത്രം ധരിച്ചെന്ന് കയറി വന്ന് അവൻ ക്ഷവരം ചെയ്ത് അവൻ വന്നു, ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നിട്ട് ബോധിപ്പിച്ചു കൊടുത്ത കാര്യം. അതാ പറഞ്ഞേ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാനും പറഞ്ഞ് ആളുകളെ നേർവഴിക്ക് നടത്താനുമുള്ള ജ്ഞാനം തരുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. പിന്നെ കർത്താവ് പറഞ്ഞില്ലേ, അന്നാളിൽ നിങ്ങൾ പേടിക്കേണ്ട, എന്തു പറയും എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. എന്തു പറയണമെന്ന് നിങ്ങളല്ല ചിന്തിക്കേണ്ടത്, എന്തു പറയണമെന്ന് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവാത്മാവ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കും. ആളുകൾ പഴയ കാലം മുതൽ എടുത്തു നോക്കൂ. ആളുകളുടെ ജീവന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ അവരെ മുൾമുലയിൽ നിർത്തി രക്തസാക്ഷിത്വ മരണത്തിനു വേണ്ടി അവരെ കൊണ്ടു നിർത്തിയിരിക്കുമ്പോൾ പല പ്രലോഭനങ്ങൾ കൊടുത്തു, പലതും പറഞ്ഞു. അവരാരും അവരുടെ ജീവനെ കുറിച്ചല്ല ചിന്തിച്ചത്. അവരിൽ ചിലർ പറയുകയാണ്, വർഷങ്ങളായിട്ട് ഞങ്ങൾ കർത്താവിനെ സേവിക്കുകയാണ്, ഒരു തിന്മയും ചെയ്യാത്തവനെ എങ്ങനെ തിരിച്ചു പറയും എന്ന് പറഞ്ഞ് രക്തസാക്ഷി മരണം വരിച്ച എത്രയോ ദൈവമക്കള്, എത്രയോ ദൈവഭൃത്യന്മാർ. ഇപ്പോഴോ അവിടെ ഇവിടെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ എന്തോ കോലാഹലമായി നമുക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയത്. അപ്പോൾ ജോസഫ്, അതുപോലെ ദാനിയല്, ആ നാട്ടിൽ എത്രയോ പേരുണ്ട് ബിരുദന്മാര്. ദാനിയലിനെ കൊണ്ടേ പറ്റിയുണ്ട് വ്യാഖ്യാനം, പൊരുള് തിരിക്കുക. അപ്പൊ നമുക്ക് ഈ ജ്ഞാനം ദൈവം തന്നേക്കുക, ദൈവവചനത്തിന്റെ പൊരുളുകളൊക്കെ പഠിച്ചോണം കേട്ടോ. അതും ഇതൊക്കെ വിളിച്ചു പറയരുത്, ദൈവം ഇപ്പൊ എനിക്ക് പ്രകാശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് ദൈവം പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. പൊരുളുകളൊക്കെ കാര്യമായി പഠിക്കണം. പഠിച്ച് ആ പൊരുളുകളൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞാലുണ്ടല്ലോ തിരുവചനത്തിന്റെ, അത് തന്നെ ജീവിതത്തിന്റെ വലിയ സ്വത്തായി മാറുമില്ലേ. അതല്ലേ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാധാനം. അപ്പോൾ അങ്ങനെ യോസഫ്, ദാനിയേൽ, അങ്ങനെ ഒരുപാട് പറഞ്ഞ ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ട്. അഞ്ചാമത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പിന്നെ പറയുന്നത് റൂവാക് ഗബൂറാക്. ഗബൂറാക് എന്ന് പറഞ്ഞാൽ മൈറ്റ്, ശക്തി, വലിയ ശക്തി. നമ്മുടെ മേൽ ഇങ്ങോട്ട് വരുമ്പോൾ ആളുമാറിയവരെ പോലെ നമ്മളെ ഉപയോഗിക്കാൻ പറ്റിയ ശക്തീകരണം. ശിമോൻ ഞാങ്ങണ ആത്മാവ് വന്നപ്പോൾ ആരായി? ഒറ്റ പ്രസംഗം 3000. ഒരു ഞാങ്ങണയെ പോലെ ആടി നിന്നവൻ, ഒലഞ്ഞു നിന്നവൻ, വേരറയ്ക്കാതെ ആടിപ്പോയവൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മൈറ്റ്, ആ വലിയ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആരായെന്നറിയോ? അവനെ കൊല്ലാൻ കഴിവുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്, ഈ ക്രിസ്തുവല്ലാതെ ഒരു രക്ഷകനില്ല. 3000 പേര് കർത്താവിലേക്ക് വരികയാണ്. അപ്പൊ നമ്മള് ദൈവാത്മാവിൽ ശക്തീകരണം പ്രാപിച്ച് ജീവിച്ചാൽ ആടി ഒലഞ്ഞൊന്നും അല്ല പിന്നെ നമ്മുടെ ജീവിതം. ധൈര്യത്തിന്റെ ജീവിതമാണ്, പ്രത്യാശയുടെ ജീവിതമാണ്, നിരാശയുടേതല്ല നമ്മുടെ ജീവിതം. എന്ത് പ്രശ്നങ്ങളുടെ നടുവിൽ, ഞാനൊരിക്കലും ഒരു സഭായുഗത്തിട്ടൊരു പെൺകുഞ്ഞ് വന്നില്ല.
ആ കുഞ്ഞിനെ കാണാൻ ആ പാസ്റ്റർ എന്നെ വിളിച്ചുകൊണ്ട് സഭായോഗം കഴിഞ്ഞാണ്. അതിന് ചിക്കൻ ബോക്സ് വന്ന് കിടക്കുക. ആ കൊച്ചങ്ങ് കരയുക. അപ്പൊ എനിക്ക് ചിക്കൻ ബോക്സ് വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചത് വേദന ഉണ്ടോ. ഞാൻ ചോദിച്ചു, മോളെ വേദനയുണ്ടോ? അപ്പൊ ആ കൊച്ചു കരഞ്ഞുകൊണ്ട് പറയുക, അല്ലെങ്കിലേ ഇന്ന് എനിക്ക് സഭായോഗത്തിന് വരാൻ കഴിയാത്തതിൽ അർദ്ധങ്ങാത്ത ദുഃഖമാണെന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കി അത് കിടന്ന് കരയുക. ഉണ്ടല്ലേ? എന്ത് വലിയ ചിന്ത. ഞാൻ പോലും ചോദിച്ചത് ചിക്കൻ പോക്സിന്റെ വേദനയാണോ എന്ന്. പക്ഷെ കൊച്ചു തിരിച്ചു പറഞ്ഞ അതെനിക്ക് പ്രശ്നമല്ല, ഇന്നെനിക്ക് വരാൻ പറ്റിയില്ല കൂട്ടായ്മയിൽ. അതിനത് ഇരുന്ന് കരയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് വന്നു കഴിഞ്ഞപ്പോ ആടിയുലഞ്ഞവൻ വേരുറയ്ക്കാത്തവൻ ഉന്നതനായി മാറി. ദൈവം ഉന്നതമായ പ്രവൃത്തിക്ക് അവനെ ഉപയോഗിച്ചു. അടുത്തത്, ആറാമത്തത്, റൂവാക്ക് ദ അത്ത് എന്ന് പറഞ്ഞാൽ നോളേജ്. എങ്ങനെയുള്ള നോളജ്? ഒരുപാട് പേർക്ക് നോളേജ് ഉണ്ട്, പക്ഷെ അതിന് ഓർഡർ ഇല്ല. ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എന്തില്ല? ഓർഡർ ഇല്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഓർഡർ ഉള്ള ഒരു നോളേജ് തരും ജീവിക്കാൻ. ഇങ്ങനെയല്ലേ ആളുകളൊക്കെ മാറുന്നല്ലേ? നമ്മളൊക്കെ എങ്ങനെയല്ലേ മാറും? നമുക്കൊരു ഓർഡർ ഉണ്ടായി ജീവിതത്തിന്. നോളേജ്. ലാസ്റ്റ്, ഏഴാമത്തത്, റൂവാക്ക് റിയാത്ത്. റിയാത്ത് അത് പറഞ്ഞ് നിർത്തുന്നു. അതെന്താണെന്നറിയോ? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തീകരണം പ്രാപിച്ച അഭിഷേകത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവഭയം ഉണ്ടാവും. ദൈവഭയം. എല്ലാം അങ്ങ് പറയത്തില്ല, എല്ലാം ചെയ്യത്തില്ല, എല്ലാം കാണത്തില്ല, എല്ലായിടത്തും എല്ലാം ലാഘവബുദ്ധിയോട് കണ്ട് സഹകരിച്ചു പോകത്തില്ല. നീതി, ന്യായം, സത്യം, അതുപോലെ തന്നെ ധാർമ്മികത, എത്തിക്സ്, ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് ബന്ധങ്ങളുടെ വിലയേക്കാൾ വലുതായിരിക്കും ഇതൊക്കെ. അതാണ് ലാസ്റ്റ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എന്ത് തരുന്നു? ദൈവഭയം തരും. നമുക്ക് ദൈവഭയം ഉണ്ടായി അല്ലേ? നമുക്ക് ദൈവഭയം ഇല്ലേ? അത് ദുർഭീതിയല്ല. ഭയം ദൈവത്തിന്റെ മഹത്വത്തോടുള്ള ബഹുമാനമാണ്. നോക്കിക്കേ, എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോ ഇയ്യോബ് എന്താ പറഞ്ഞേ? നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും വന്നു, നഗ്നനായി തന്നെ ഞാൻ പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്തു വലിയ സ്നേഹവും എന്തു വലിയ ദൈവഭയമാണ്. ദൈവമഹത്വത്തോടുള്ള ബഹുമാനം കണ്ടു. അത് നമ്മളിൽ കൊഴിഞ്ഞു പോകാതെ നിർത്തും പരിശുദ്ധാത്മാവ്. ശ്രദ്ധിച്ചേ, 7 വിധ കാര്യങ്ങൾ വിശ്വാസികളുടെ, ദൈവമക്കളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ചെയ്യുന്ന 7 വിധ പ്രവർത്തികളെ കുറിച്ചാണ് എബ്രായ വാക്കിൽ നിന്ന് ഞാൻ പറഞ്ഞത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ദൈവമായ കർത്താവ് ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അവസരം ഇവിടേക്ക് ക്ഷണിച്ച് നൽകിയ പാസ്റ്റർ ബിയോ വർഗീസ് അവറുകൾക്കും ഈ സൂമിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനം. ആമേൻ.